എല്ലാവർക്കും നമസ്കാരം. ക്യൂയിങ് തിയറിയുടെ വീഡിയോ ലെക്ചർ സീരീസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്യൂയിങ് തിയറി അല്ലെങ്കിൽ വെയിറ്റിംഗ് ലൈൻ തിയറി എന്ന കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഓപ്പറേഷൻസ് റിസർച്ചിലെ ക്യൂയിങ് തിയറി എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോയിൽ ക്യൂയിങ് തിയറിയിൽ സാധാരണയായി ഉപയോഗിക്കാറുള്ള കുറച്ച് ടേംസ് എന്തൊക്കെയാണെന്നൊക്കെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ക്യൂ ഈസ് ഫോംഡ് വെൻ ദ യൂണിറ്റ്സ് requiring service wait for service. സർവീസ് ആവശ്യമുള്ളവര് ആ സർവീസ് കിട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ക്യൂ ഉണ്ടാകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, എ ക്യൂ ഈസ് ഫോംഡ് വെൻ ദ ഡിമാൻഡ് ഫോർ എ സർവീസ് എക്സീഡ്സ് ദ കപ്പാസിറ്റി ഓഫ് പ്രൊവൈഡിംഗ് ദാറ്റ് സർവീസ്. അതായത് എന്തെങ്കിലും സർവീസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് കരുതുക, അത് പ്രൊവൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് കരുതുക. ഇനി എപ്പോഴാണോ ആ സർവീസ് തരുന്നവരുടെ കപ്പാസിറ്റിയേക്കാൾ ആ സർവീസിന് ആവശ്യക്കാർ വരുന്നത്, അപ്പോഴാണ് അധികമായി സർവീസ് ആവശ്യപ്പെട്ട് വന്നവർക്ക് ആ സർവീസ് കിട്ടുന്നതിനായി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതും ക്യൂ ഫോം ആവുന്നതും. നമ്മളിപ്പോൾ കുറെ ആയല്ലോ പറയുന്നു ഈ സർവീസ് 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 എന്ന്. ആക്ച്വലി എന്താണ് ക്യൂയിങ് തിയറിയിൽ ഈ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഉദാഹരണം പറയാം. നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിൽ പോകാറുണ്ടല്ലോ, ക്യാഷ് കൗണ്ടറുകളിൽ ക്യൂ നിൽക്കേണ്ടി വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരാറ്? നമ്മൾ പർച്ചേസ് ചെയ്ത ഗ്രോസറീസ് ബില്ലാക്കി പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വന്ന ആ പർപ്പസ് എന്തായിരുന്നു? ബില്ല് റെഡിയായി കിട്ടുക എന്നുള്ള കാര്യത്തിന് വേണ്ടി. അപ്പോൾ ആ ബില്ല് റെഡിയായി കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പെട്രോൾ പമ്പുകളിൽ പോകുമ്പോഴും ഇതേപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വാഹനത്തിന് ഫ്യൂവൽ അടിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഫ്യൂവലിംഗ് ആണ് അവിടുത്തെ സർവീസ്. Service is an action of processing an incoming entity within a queue system. It's a mechanism that moves entities out of the queue and into a served state. അതായത് ക്യൂവിലുള്ള എൻറ്റിറ്റീസിനെ ആ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു മെക്കാനിസം. അതായത് എന്തിനാണോ എൻറ്റിറ്റീസ് ക്യൂ നിൽക്കുന്നത് ആ ഉദ്ദേശ്യം സാധ്യമാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയ, അതാണ് സർവീസ്. ഇനി ഈ സർവീസ് കിട്ടുന്നതിനായി ക്യൂ നിൽക്കുന്നവരെ എന്ത് വിളിക്കാം? കസ്റ്റമർ. എ കസ്റ്റമർ ഈസ് എ ജനറൽ ടേം ഫോർ എനി എൻറ്റിറ്റി ദാറ്റ് നീഡ്സ് എ സർവീസ്. അതായത് സർവീസിനു വേണ്ടി വെയിറ്റിംഗ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് കസ്റ്റമർ. ഈ കസ്റ്റമേഴ്സ് എപ്പോഴും മനുഷ്യർ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടോ. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോ ജോബ്സ് ആകാം, കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ബേസ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടല്ലേ നെക്സ്റ്റ് എന്താണോ ഇപ്പൊ സപ്പോസ് പില്ലേഴ്സോ അല്ലെങ്കിൽ വാളുകളോ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ജോലിയും തൊട്ടു മുൻപുള്ള ജോലി കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ജോലിയും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? കസ്റ്റമേഴ്സ് ചില സമയങ്ങളിൽ ഡോക്യുമെന്റ്സ് ആകാം. ഡോക്യുമെന്റ്സ് ഐദർ മാനുവലി ഓർ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഓരോ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഡോക്യുമെന്റ്സ്, അതായത് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ഡോക്യുമെന്റ്സ് വരുമ്പോൾ ഒബ്വിയസ്ലി ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യും? ക്യൂവിൽ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ക്യൂവിലാകും. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രിന്റ് ക്യൂ. കുറച്ചധികം ഡോക്യുമെന്റ്സ് ഒരുമിച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ ഓരോ ഡോക്യുമെന്റും അവരവരുടെ ടേൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ്, വെഹിക്കിൾസ്, അങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്തും സർവീസിന് വേണ്ടി ക്യൂയിലാണ് ണെങ്കിൽ അവയെല്ലാം നമുക്ക് കസ്റ്റമേഴ്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, കസ്റ്റമർ എന്താണെന്നും സർവീസ് എന്താണെന്നും മനസ്സിലായി. ഇനി ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ എന്ത് വിളിക്കാം? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് സർവീസ് ഫെസിലിറ്റി അല്ലെങ്കിൽ സെർവർ. ക്യൂയിൽ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ എൻറ്റിറ്റീനെയാണ് സെർവർ എന്ന് വിളിക്കുന്നത്. ഈ സെർവേഴ്സ് എന്താണ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ് എന്താണോ അത് പ്രോസസ് ചെയ്യുന്നു, അഥവാ അത് നടപ്പിലാക്കി കൊടുക്കുന്നു. അതുവഴി ക്യൂ ചെറുതാക്കാൻ നോക്കുകയാണ് ആക്ച്വലി ഈ സെർവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സ് പോലെ തന്നെ സർവീസ് ഫെസിലിറ്റി അല്ലെങ്കിൽ സെർവർ എന്ന് പറയുന്നത് ജീവനുള്ളതോ ജീവനില്ലാത്തതുമായ എൻറ്റിറ്റീസ് ആവാം. അതായത് മനുഷ്യരാകാം, എന്തെങ്കിലും മെഷീൻസ് ആവാം, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആവാം, എന്തെങ്കിലും പ്രോസസ് ആവാം, അങ്ങനെ എന്തും ആവാം. ഇപ്പൊ നമ്മളൊരു വാക്സിനേഷൻ എടുക്കാനാണ് പോകുന്നതെങ്കിൽ ആ വാക്സിൻ നമ്മളെ ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു നഴ്സ്, അതാണ് അവിടുത്തെ സർവീസ് പ്രൊവൈഡർ. അപ്പൊ അതൊരു വ്യക്തിയല്ലേ. അതേപോലെ നമ്മൾ ATM പോയി പൈസ എടുക്കുമ്പോൾ ആ ATM
ആണ് നമ്മുടെ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സ്. അപ്പൊ അതൊരു മെഷീൻ അല്ലേ? അങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സെർവേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ കസ്റ്റമേഴ്സും ഉണ്ട്. കാഷ്യർ ഇൻ എ ബാങ്ക്, അല്ലെങ്കിൽ ടെലിഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്ന ടെലിഫോൺ ഓപ്പറേറ്റർ, കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ ജോലിയും ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ അകത്തെ CPU, ഇതെല്ലാം സെർവേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ടേംസ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക്